ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു ഡിന്നർ റെസിപ്പിയാണ് ചൈനീസ് റൊട്ടിയും ചാങ്കസി ചിക്കനും. അപ്പോൾ ചൈനീസ് റൊട്ടി എന്ന് പറയുന്നത് ചൈനീസുകാരുടെ ഒരു പറാത്തയാണ്. അപ്പോൾ അവർ കഴിക്കുന്ന റൊട്ടിയാണിത്. അപ്പം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. കണ്ടാൽ പൊറോട്ട പോലെയൊക്കെ ഇരിക്കും, പക്ഷേ നല്ല ലെയർഡ് ആയിട്ടുള്ള ഒരു റൊട്ടിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിനോടൊപ്പം ഞാനൊരു നോർത്ത് ഇന്ത്യൻ ചാങ്കസി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 240 ml കപ്പിലാണ് മൈദ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റും പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നതിൻ്റെ വീഡിയോ റെക്കോർഡായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ ഈസ്റ്റ് പഞ്ചസാരയും ഇടാൻ മറക്കരുത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ചപ്പാത്തിയുടെ മാവിനെക്കാളും കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് പോയി നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്കിത് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ കേട്ടോ. ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഇതിലേക്ക് കുഴച്ചെടുത്തതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടിയിട്ടുണ്ട്, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിന് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുത്ത് വയ്ക്കാം. ഞാനിവിടെ 5 ബോൾസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, കാരണം 2 കപ്പിന് 5 ബോൾസ്. കുറച്ച് വലിയ ബോളായിട്ട് തന്നെയാണ് ഞാനിതുപോലെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ എല്ലാ ബോൾസും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഡ്രൈ ആയി പോകാതിരിക്കാനും മാവ് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇതുപോലെ എണ്ണ എല്ലാ സൈഡും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ മാവ് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ ഈ സ്കിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇതിങ്ങനെ നമ്മൾ പിടിച്ചെടുക്കുമ്പോഴത്തേക്കും വരില്ല, ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി. നമുക്ക് സ്കിന്ന് പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഞാൻ നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്, ഒരു 7 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട മസാല നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാൻ 1.25 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ഫുൾ നാരങ്ങ, അതായത് ചെറിയ നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതാണ് ഞാൻ അതുകൊണ്ട് അത് മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ വലിയ നാരങ്ങയാണെങ്കിൽ ഒരു ഹാഫ് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2.25 ടീസ്പൂൺ തൈരും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നല്ലപോലെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു 15 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഞാനൊരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതായത് നല്ലപോലെ ഒന്ന് സവാളയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ സവാള വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനും ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാത്രം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നമുക്ക് പാത്രത്തിൻ്റെ അടിയിലൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ മീൻ വറുക്കുന്ന സമയമായാലും ചിക്കൻ ആയാലും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കില്ല. അങ്ങനെ ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനകം തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ വേവാൻ വെച്ചിരുന്ന സവാള ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10-12 കാഷ്യൂനട്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടി ഇട്ട് വന്ന സവാള കുറച്ചുകൂടെ ഒന്ന് വെന്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ സവാള നല്ലപോലെ വെന്ത് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് ഇതിനൊന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ മാറ്റി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ എല്ലാ സൈഡിലോട്ടൊന്നും ഇങ്ങനെ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് സവാള തണുത്ത് കിട്ടും. കാരണം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലപോലെ തണുത്തതിന് ശേഷം ഞാനൊരു ചെറിയ ഗ്രൈൻഡറിൽ
ഇതിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേണം ഇത് പേസ്റ്റാക്കി എടുക്കാൻ. അത്യാവശ്യം കുറച്ച് വെള്ളം വേണ്ടി വരും ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. അങ്ങനെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട നമ്മുടെ ടൊമാറ്റോ പ്യൂരി, അതിന് വേണ്ടിയിട്ട് ഞാൻ 2 തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് 4ആക്കി എടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ തക്കാളി അരച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കരുത്. കാരണം തക്കാളി എന്ന് പറയുന്നത് ഓൾറെഡി വെള്ളമാണല്ലോ, അതുകൊണ്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കാതെ നല്ലപോലെ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ നേരത്തെ സവാള വഴറ്റിയ അതേ പാനിൽ തന്നെയാണ് ഞാൻ ഇതിൻ്റെ തക്കാളിയുടെ പ്യൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് വറ്റിക്കും തോറും നമ്മുടെ ഇതിൻ്റെ കളർ മാറിയും വരും, നല്ലപോലെ ഒന്ന് കട്ടിയായിട്ടൊന്ന് കുറുകി വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ടൊമാറ്റോ പ്യൂരി റെഡിയാക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് നേരത്തെ ഞാൻ വറുക്കാൻ വെച്ചിരുന്ന ചിക്കൻ ഫ്രൈയും വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കറി ഉണ്ടാക്കി തുടങ്ങാം. അങ്ങനെ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ടൊമാറ്റോ പ്യൂരിയില്ലേ അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയ ഫുള്ളും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ടൊമാറ്റോ പ്യൂരി ടിന്നിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ 2 തക്കാളി ഇതുപോലെ ഇങ്ങനെ വറ്റിച്ചെടുക്കാം. അപ്പോൾ അത് ഫുള്ളായിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുത്താലും കറക്റ്റ് അതേ ടേസ്റ്റ് തന്നെ വരും. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ സവാളയും കാഷ്നട്ടും കൂടെ അരച്ച് വെച്ച പേസ്റ്റില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് കുറുകി വന്ന് അതിൻ്റെ എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മുളക് പൊടിക്ക് പകരം കാശ്മീർ ചില്ലി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ കളർ കിട്ടും. അങ്ങനെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പശുവും പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ പശുവും പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ കറി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. നമ്മൾ തേങ്ങാപ്പാലല്ല പശുവും പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും കറി ഒന്ന് കുറുകി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇതിൻ്റെ ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറി നല്ലപോലെ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ലെഗ് പീസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കറി നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കണം. അതൊരു 2 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കറി ഒന്ന് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്, ഫ്രഷ് ക്രീം. അതൊരു 2 ടീസ്പൂണും കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പം തന്നെ ഒന്ന് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചാങ്കസി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരേ ടൈപ്പിലെ ചിക്കൻ കറിയല്ലേ കഴിക്കാറുള്ളൂ. അപ്പോൾ വെറൈറ്റി ആയിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സത്യത്തിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചൈനീസ് റൊട്ടിയിലൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കറി. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ നമ്മുടെ റൊട്ടി റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദാമാവ് ഇട്ടൊന്ന് കലക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ ബോൾസാക്കി വെച്ചിരിക്കുന്നതൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം റോളർ വെച്ചൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ഷേപ്പിനൊന്നും ഇത് പരത്തിയെടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ച മൈദയും എണ്ണയായിട്ടുള്ള ഇതില്ലേ അതൊന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാ സൈഡും ഒരു കത്തി വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന്
കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നടുക്ക് നമ്മൾ ഫുള്ളായിട്ടും കട്ട് ചെയ്തെടുക്കരുത്. ഒരു പകുതി ഒന്ന് താഴ്ത്തിയിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഓരോന്നെടുത്ത് ഇതുപോലെ ഒന്ന് നടുക്കോട്ട് മടക്കി വെച്ച് കൊടുക്കുക. ലാസ്റ്റ് വരുന്ന ആ ലെയർ ഒന്ന് എല്ലാം കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ താഴെ നമ്മുടെ അടിഭാഗത്തൊക്കെ ഉള്ളതും കൂടെ ഒന്ന് ഫുള്ളും ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ ഈ താഴെ വരുന്നതെല്ലാം കൂടെ ഒന്ന് നടുക്കോട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് അടുത്ത ബോൾ എടുത്ത് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ മാവ് നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് പരത്തി ചൂടാവുന്നതാണ്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നല്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഓരോന്നും ഇങ്ങനെ ചുട്ട് എടുക്കും തോറും നമ്മൾ പരത്തി കൊടുക്കുക, അടുത്തത് വീണ്ടും എടുക്കുക, അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ചൈനീസ് റൊട്ടി നല്ല ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഇത് പരത്തി ചുടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യത്തെ ഞാൻ നല്ലപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റം വന്നിട്ട് കുറച്ച് ഇങ്ങനെ വണ്ണമായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഈ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രൈ പാനിൽ കുറച്ച് ഇതുപോലെ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ഈ റൊട്ടി ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നല്ലപോലെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കണം. ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡ് മറിച്ചിട്ടതിന് ശേഷം നല്ലപോലെ എണ്ണ തേച്ച് കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ എണ്ണ ബ്രഷ് ചെയ്യാൻ നോക്കണം കേട്ടോ, എന്നാലേ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ റൊട്ടി നല്ലപോലെ രണ്ട് സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് റൊട്ടി ചുട്ടെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇത് പുറത്ത് കരിഞ്ഞിട്ട് നമ്മൾ ആകം വെന്ത് വരില്ല. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ റൊട്ടിയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് അത് മടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര സോഫ്റ്റാണ്. എനിക്ക് തോന്നുന്നു പൊറോട്ടയെക്കാളും കുറച്ചുകൂടെ ടേസ്റ്റാണ്. പിന്നെ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല, പക്ഷെ എന്നാൽ പോലും നല്ലൊരു സോഫ്റ്റായിട്ടുള്ള റൊട്ടിയാണ്. ലെയറായിട്ട് അതും തന്നെ ഭയങ്കരമായിട്ട് 2-3 ലെയറായിട്ടുള്ളത്. അപ്പോൾ കുറേ മടക്കി വെച്ചതിൻ്റെ ആ ഒരു ലെയറാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിന്നറിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 2 റെസിപ്പി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കിയിട്ടുള്ളത്. ചൈനീസ് റൊട്ടിയും ചൈനീസ് ചിക്കനും രണ്ടും നല്ല കോമ്പിനേഷനാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും അപ്കമിങ് വീഡിയോസൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അസ്സലാമു